സ്തോത്രം സ്തോത്രം സ്തോത്രം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം എപ്പോഴും പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെന്ന് മാത്രമല്ല ആണുങ്ങളും ഉണ്ട്. പൗലോസ് ഇവിടെ എടുത്ത് പറയുന്ന പെണ്ണുങ്ങളാ കൂടുതൽ. അതെന്തുകൊണ്ടാ? ആ പറയാനുള്ളൊരു ഒരു ഒരു ശാസ്ത്രമുണ്ട്, ഒരു വേദശാസ്ത്ര പഠനം. എന്താന്ന് പറയാമോ? ആദാമല്ല ആദ്യം തെറ്റിപ്പോയത്, ഹവ്വയാ. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ കൂടുതൽ ബലഹീനരായി പോകുന്നതെന്നാണ് വേദപണ്ഡിതന്മാരുടെ ഒരു പഠനവും അല്ലെങ്കിൽ വേദപുസ്തകവും പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ പ്രസംഗിക്കരുതെന്ന് പറയുന്നത്. പൗലോസ് പറയാ സ്ത്രീകൾ പ്രസംഗിക്കണ്ട, അവർ പ്രസവിച്ച് കുട്ടികളെ വളർത്തിയാൽ മതി, അവർ അധികം ഒന്നും പ്രസംഗിക്കാൻ പോണ്ട. പ്രസംഗിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്നറിയോ? വചന വ്യവസ്ഥ തെറ്റിക്കുകയായിരിക്കും. പൗലോസ് പറയുന്നു സ്ത്രീകൾ പ്രസംഗിക്കേണ്ട, സ്ത്രീകൾക്ക് ശുശ്രൂഷയില്ല. അവർ വല്ലതും കേട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ ഉപദേശിമാരോട് ചോദിച്ച് പഠിക്കട്ടെ. അവർ പ്രസംഗിക്കേണ്ട, പ്രസംഗിക്കാൻ അവർക്ക് വ്യവസ്ഥയില്ല. എന്തുകൊണ്ട്? ആദ്യം ലംഘനത്തിൽ അകപ്പെട്ടത് ആദാമല്ല ഹവ്വയാണെന്ന് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് സ്തോത്രം ഞാനങ്ങനെ പറയാനിടയായി. വേണമെങ്കിൽ അതൊന്ന് വായിച്ച് നമുക്ക് ഗ്രഹിച്ചു പോകുന്നത് നല്ലതാണെന്ന് ചിന്തിക്കുന്നു. ആകയാൽ പുരുഷന്മാർ എല്ലായിടവും കോപവും വാഗ്വാദവും വിട്ടകുന്ന വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ തന്നെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാമകണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടുകൂടി പഠിക്കട്ടെ. മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ശുശ്രൂഷ അപ്പോസ്തലന്മാർ വിലക്കുന്നത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടുകൂടി പാർക്കുന്നുവെങ്കിൽ അവർ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുകൂടി ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നു. ഈ വിഷയം കയറി വന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു: വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. അതിന്റെ അർത്ഥം എന്താ? പ്രസംഗിക്കരുതെന്ന്. ന്യായപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടത് അല്ല, നിങ്ങൾക്ക് മാത്രമോ വന്നത്. എന്നിട്ടാണ് പറയുന്നത്, താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ് എഴുതി തരുന്നത്. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ എഴുതുന്ന ലേഖനങ്ങൾ ദൈവ കൽപ്പനയാണ്. 2 പത്രോസ് 3-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച്, പെട്ടെന്ന് വായിച്ച്. അവിടെയും പറയുന്നു കൽപ്പന എന്നുള്ളത്. ഹല്ലേലൂയ. 2 പത്രോസ് 3-ന്റെ 1-ാം വാക്യം. പ്രിയമുള്ളവരെ, 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനം, ഉൽപ്പത്തി മുതൽ മലാഖി വരെ. അടുത്ത്, നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവിൻ രക്ഷിതാവുമായവൻ തന്ന മതി. കൽപ്പന അത് ഓർത്തുകൊള്ളണമെന്ന് പത്രോസ് പറയുന്നെങ്കിൽ അത് നമ്മൾ അനുസരിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഓർക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയിൽ ഇടതിടയില്ലാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ആഴ്ചയിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. എല്ലാ ആഴ്ചയിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രസംഗം എപ്പോഴും ഓർക്കാൻ വേണ്ടി ഇത് കേട്ടുകൊണ്ടിരിക്കണം. ദൈവകൽപ്പനയല്ലേ? ഈ ദൈവകൽപ്പന തള്ളിക്കളഞ്ഞിട്ട് കിടന്ന് എന്നാ പ്രാർത്ഥിക്കാനാ? പിന്നെ ഇവിടെ തൃശ്ശൂരിലൊരു അച്ചായനുണ്ട്. അച്ചായൻ എന്നോട് കയറി അങ്ങ് കൊമ്പ് കോർത്ത്, എന്നെക്കാൾ പ്രായം കൂടുതലുള്ളതാണ്. അച്ചായനോട് ഞാൻ പറഞ്ഞ, അച്ചായൻ എന്നോട് കൊമ്പ് കോർത്തിട്ടൊന്നും അത് കഥയില്ല. ഇത് കർത്താവിൻ്റെ കൽപ്പന, ഇത് വായിച്ച് പഠിച്ച് അനുസരിക്കും, വല്ല ഗുണവും വേണം.
കിടന്ന് ചവിട്ടി തൊഴിക്കുക ഇപ്പോഴും. പക്ഷേ ഒരു വിടുതലില്ല. അവൻ എങ്ങനെ വിടുതലുണ്ടാവും? നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്ന ഒരു മനുഷ്യനാന്ന് പറഞ്ഞു. എന്നെക്കാൾ പ്രായമുള്ളതാ. അയ്യോ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയൂന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിഷമമായി. പുള്ളി പറയണ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് അനുസരിക്കാനുള്ളതാണ്. അതെന്താ? അതൊക്കെ ദൈവവചനമാ, ദൈവവിശ്വാസ്യമാ. അതിനെക്കുറിച്ച് പിന്നെ പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നമ്മുടെ 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിലേക്ക് ഞാൻ വരികയാണ്. എവിടെന്നാ നമ്മൾ പോയത്? ഹല്ലേലൂയ. സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങൾ. ഇത് ഈ വചനം കേൾക്കുന്നവരത് പ്രാപിച്ചു കൊള്ളണം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗമില്ല. ഇതൊക്കെ ആരാ മനസ്സിലാക്കുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, സത്യവചനം പഥ്യവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ചതിന് ശേഷം പാപം ചെയ്താൽ പിന്നെ പാപത്തിന് പരിഹാരമില്ല. ഇത് ശിക്ഷാവിധിയിലേക്കാണ് പോകുന്നത്, ന്യായവിധിയിലേക്കാണ് പോകുന്നത്. മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷയുണ്ട്. അതുപോലെ ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തവനും ശിക്ഷയുണ്ടെന്ന് ആര് പറയുന്നു? സത്യവേദ പുസ്തകം പറയുന്നു. ഇബ്രായലേഖനം 10-ാം അധ്യായം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ. ഇവിടെ 29 മുതൽ വായിക്കുമ്പോൾ എബ്രായർ 10-ന്റെ 26, 27, 28 വാക്യങ്ങൾ ന്യായപ്രമാണത്തിലെ വിഷയമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ പഠിക്കാം. എന്നാൽ 29-ഉം 30-ഉം പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തവനെ, അതാണ് പറഞ്ഞ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുമ്പോൾ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്ന കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് എത്ര. അപ്പൊ സത്യത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആകുന്നു സത്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പൊ കർത്താവിന്റെ സത്യത്തെ കുറിച്ച് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആ സത്യത്തിനനുസരിച്ച് ജീവിക്കാതെ അസത്യത്തിലേക്ക് പോകരുത്. ആര് പോയാലും അവർ ദൈവത്തിൽ നിന്ന് ശിക്ഷ പ്രാപിക്കാനിടയായിത്തീരും എന്ന് നമ്മൾ നന്നായി പഠിക്കണം ഈ ഭാഗത്തിൽ നിന്ന്. അടുത്ത 8-ാം വാക്യം. എന്നോസും ഹെബ്രോസും മോശയോട് എതിർത്തുന്നത് പോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തത്. അപ്പൊ മോശയോട് എതിർത്ത് നിന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നു. എന്നോസും ഹെബ്രോസും. ഞാൻ നിഘണ്ടുവിലൊക്കെ തപ്പിയിട്ട് അവരെ കുറിച്ചൊന്നും ഒരു വിവരവും കിട്ടിയില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് പറ്റാതിരിക്കുന്നത്. എന്നാൽ കോരഹ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർ മോശയോടും അഹ്റോനോടും ഒക്കെ എതിർത്ത് നിന്നവർ. ആ കോരഹിന്റെ മക്കളോട് ദൈവം പറയുന്നുണ്ട്, അപ്പന്മാരുടെ അടുക്കൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മാറി നിൽക്കാൻ. എന്താ കാര്യം? കോരഹ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് പിതാക്കന്മാര് മോശയോടും അഹ്റോനോടും ഹോവ ഇപ്രകാരം അരുളി ചെയ്തു എന്ന് പറഞ്ഞ കർത്താവിന്റെ കൽപ്പനകളോടും എതിർത്ത് നിന്നവരാ. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ കൽപ്പനയോട് എതിർത്ത് നിന്നാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ ശിക്ഷ അവരുടെ മേൽ വരും. പിന്നെ കിടന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കഥയുമില്ല. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടറിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇന്ന് പലരും ചെമ്പുപണിക്കാരൻ അലക്സാണ്ടറായിട്ട് സുവിശേഷത്തെ എന്ത് ചെയ്യുക? എതിർത്തുകൊണ്ടിരിക്കുക. സത്യവചനത്തെ പഥ്യവചനത്തെ എതിർത്തുകൊണ്ടിരിക്കുക. ഉപദേശം കേട്ടിട്ട് അതെല്ലാം കൊണ്ടേ നശിപ്പിച്ച് ഇപ്പൊ ചെമ്പുപണിക്കാരനായി അലക്സാണ്ടറായിട്ടിരുന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും നമുക്കറിയാം. അവരൊക്കെ ആ പാവപ്രവൃത്തികൾ വിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടുത്ത 9-ാം വാക്യം വരെ. അവർ അധികം മുഴുക്കയില്ല, മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ അവരുടെ ബുദ്ധികേടും വെളിപ്പെട്ടു വരും. അപ്പൊ ഈ വചനവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ബുദ്ധികേട് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ പോകുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് വെളിപ്പെട്ടു വരും.
സത്യം മറിഞ്ഞിരിക്കില്ല. സത്യം മറിഞ്ഞിരുന്നത് 3 ദിവസമാണ്. 3-ാം ദിവസം സത്യം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. അതുപോലെ സത്യം ഒരിക്കലും മറവായിരിക്കില്ല. നമ്മൾ എത്രയൊക്കെ കാപഢ്യമായ നിലയിൽ അസത്യം ചെയ്താലും അത് സത്യമാണെന്ന് ലോകത്ത് ദൈവം വെളിപ്പെടുത്തും. നമ്മുടെ പുരയ്ക്കകത്ത് സംസാരിച്ചത് എന്ത് ചെയ്യും? പുരമുകളിൽ ഘോഷിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട്. ഹല്ലേലൂയ. അത് തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ഞാൻ 1 തിമോഥെയോസ് 5:24-26. ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുൻപേ തന്നെ വെളിവായിരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ. സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു. വെളിവാകാത്തവ ഒന്നും മറഞ്ഞിരിക്കുകയില്ല. ഇപ്പൊ ഈ മനുഷ്യർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ ലോകത്തിലെ മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. ആ തെറ്റുകുറ്റങ്ങളൊക്കെ ഒപ്പിയെടുക്കാൻ ഇപ്പൊ സർക്കാർ ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടെ എല്ലായിടത്തും ക്യാമറയാണ്. എടാ, കക്കൂസെ പോയാലും അവിടെയും ക്യാമറ വെച്ചേക്കുക. മാടക്കടകളിലും ഹോസ്പിറ്റലുകളിലും എന്നുവേണ്ട മാളുകളിലും എല്ലായിടത്തും ക്യാമറ വെച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്തുന്നവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്ന ഒരു കാലഘട്ടമായി ഇത് മാറിയിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഏദൻ തോട്ടത്തിൽ ഈ ക്യാമറ ഉണ്ടായിരുന്നു. നമ്മളാരും അതിനെക്കുറിച്ച് മനസ്സിലാക്കില്ലെന്നേ ഉള്ളൂ. ഏദൻ പൂങ്കാവനത്തിലും ക്യാമറ വെച്ചിരുന്നു. ദൈവത്തിന്റെ കണ്ണ് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. നാം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെയും ബലഹീനതകളെയും പാപങ്ങളെയും അത് FIR ഇട്ട് ദൈവം ഫയലിൽ സൂക്ഷിക്കും. പിന്നൊരു സമയത്ത് ആ ഫയലെല്ലാം കൊണ്ടുവന്ന് നമുക്കെതിരെ FIR വായിച്ച് കേൾപ്പിച്ച് ശിക്ഷ വിധിച്ച് നമ്മളെ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് എത്ര പെന്തക്കോസ്തുകാർ മനസ്സിലാക്കുന്നു ഇനിയെങ്കിലും. ഹല്ലേലൂയ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീകതാകിലും നമ്മുടെ പാപങ്ങളെയും നമ്മുടെ തെറ്റുകുറ്റങ്ങളെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് ദൈവഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നല്ലത്. ഫോൺ വിളിക്കാൻ നേരത്ത് 1 മിനിറ്റോളം സൈബർ കുറ്റവാളികളുടെ കുറ്റരീതികളെ കുറിച്ചാണ് അവർ വെളിപ്പെടുത്തുന്നത്. ഇന്ന രീതിയിൽ ചതി വരുന്നു, ഇന്ന രീതിയിൽ ചതി വരുന്നു, ഇന്ന രീതിയിൽ ചതി വരുന്നു, സൂക്ഷിച്ചോ 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 എന്നവർ പറയുക. ഒരു ഫോൺ എടുത്ത ഒരാളെ സെക്കൻഡ് കൊണ്ട് നമുക്ക് കിട്ടത്തില്ല. ഈ വർത്തമാനം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫോൺ കണക്റ്റ് ആകുന്നത്. അത് ഗവൺമെന്റ് നമ്മളെ രക്ഷിക്കാനൊരു ശ്രമം നടത്തുന്നതാണ്. അതേപോലെ സ്വർഗീയ കോടതി നമ്മെ രക്ഷിച്ച് നമ്മളെ നിത്യതയിൽ എത്തിക്കാനാണ് അപ്പോസ്തലന്മാർക്ക് ഈ ഉപദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഈ പ്രമാണങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് പുറംകാലം കൊണ്ട് തട്ടിക്കളയരുത്. പെന്തക്കോസ് സമൂഹമേ, പെന്തക്കോസ് ലോകമേ, തട്ടിക്കളഞ്ഞാൽ എന്ത് പറ്റും? നിന്റെ മേൽ FIR വീഴും. ഇപ്പൊ അറിയത്തില്ല. നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ പട്ടികൾ ഇപ്പോൾ അറിയത്തില്ല. അവസാന സമയത്ത് ആ പാപം നമുക്കെതിരെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയം വരും. അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും വരാം. അതെല്ലാം അതാത് സമയങ്ങളിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധന്മാരായി വിശുദ്ധമതികളായി ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമേ എന്ന് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. സ്തോത്രം. അടുത്ത എൻ്റെ അവർ അധികം മുഴുക്കയില്ല. ആരാണ്? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുന്നവർ. അവരധികം മുഴുക്കയില്ല. പിന്നെ മേൽപ്പറഞ്ഞ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. മേൽപ്പറഞ്ഞെന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെയും തെറ്റ് ചെയ്യുന്നവരുടെയും പാപം ചെയ്യുന്നവരുടെയും എല്ലാ പ്രവൃത്തികളും അന്ത്യകാലത്ത് എന്ത് ചെയ്യും? ബുദ്ധികേടുകൾ എല്ലാം വെളിപ്പെടും. വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? തിമോഥെയോസേ, വായിക്കാൻ. എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹമതി. എത്ര കൂട്ടം കാര്യമുണ്ട്? 7 കൂട്ടം. ഈ 7 കൂട്ടം കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. എൻ്റെ ഉപദേശം നീ ശ്രദ്ധിക്കണം, എൻ്റെ നടപ്പ് നീ ശ്രദ്ധിക്കണം, എൻ്റെ ഉദ്ദേശം നീ ശ്രദ്ധിക്കണം, എൻ്റെ വിശ്വാസം നീ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഉപദേശിമാരുടെ ഉപദേശവും നടപ്പും ഉദ്ദേശവും വിശ്വാസവും ഒക്കെ കേട്ടാൽ എൻ്റെ പൊന്നെ മഹത്വരമാ. പൗലൂസ് വ്യക്തിപരമായി ലേഖനങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ,
അടുത്ത, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും ഉൾക്കൊള്ളും. എന്നെ അനുകരിപ്പീനെന്ന് ഒരു വ്യക്തി ധൈര്യത്തോടെ പറയണമെങ്കിൽ ആ വ്യക്തിയുടെ പ്രാഗൽഭ്യം എത്ര വലുതാണ്. അത് ദൈവം ആക്കി വെച്ചുകൊണ്ടാണ്. പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവനെന്ന് ഗലാത്യർ 1:1 പൗലോസ് തന്നെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ അനുകരിപ്പിനെന്ന് പറഞ്ഞാൽ എൻ്റെ എന്തനുകരിക്കണം? ഉപദേശം അനുകരിക്കണം, നടപ്പ് അനുകരിക്കണം, ഉദ്ദേശം അനുകരിക്കണം, പൗലോസിൻ്റെ വിശ്വാസം അനുകരിക്കണം, ദീർഘക്ഷമ അനുകരിക്കണം, സ്നേഹം അനുകരിക്കണം, സഹിഷ്ണുത അനുകരിക്കണം, എല്ലാം നമ്മൾ അനുകരിക്കണം. 1 തീമോഥെയോസ് 4:12 ഇതേപോലെ ഒരു പ്രയോഗമുണ്ട്. 1 തീമോഥെയോസ് 4:12 ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. 13-ാം വാക്യം, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. വേദോസം കൊണ്ടുവന്ന് കാറിൽ ഇട്ടിട്ട് പോയപ്പോൾ എങ്ങനെ പുസ്തകം വായിക്കുന്നത്? എങ്ങനെ പുസ്തകം വായിക്കുന്നത്? ഇവിടെ എന്താ പൗലോസ് പറഞ്ഞേക്കുന്നത്? വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളെ പൗലോസ് പറയുന്ന കേട്ട് അനുസരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. കുറഞ്ഞ പക്ഷം പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദ എല്ലാവരും പറയുന്ന അനുസരിക്കണം കേട്ടോ. എസ്പെഷ്യലി പൗലോസ് ധൈര്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പിക്കും, നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പിനെന്ന് വേറെ അത് പറയുന്നുണ്ട്. അപ്പോൾ പത്രോസ്, യോഹന്നാനും യാക്കോബും യൂദയും എല്ലാവരും അതിൽ വരുന്നുണ്ട്. അപ്പോസ്തലന്മാരെ നമ്മൾ അനുകരിക്കണം, അവരുടെ ജീവിതത്തെ അനുകരിക്കണം, അവരുടെ ഉപദേശത്തെ അനുകരിക്കണം, അവരുടെ വാക്കുകൾ, അവരുടെ പ്രയോഗങ്ങൾ, അവരുടെ ദർശനം, അവരുടെ വെളിപ്പാട്, അവരുടെ കാത്തിരിപ്പ്, അവരുടെ പ്രത്യാശ, അവരുടെ വിശ്വാസം, അവരുടെ വിശുദ്ധി, അവരുടെ വേർപാട്, അവരുടെ ആത്മിക നിലവാരം, അവരിലുള്ള ആത്മശക്തി, ഇതൊക്കെ നമ്മൾ അനുകരിക്കണം. വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭൂമിയിൽ വിശ്വാസികൾ ഇല്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം. ശ്വാസമുണ്ട്, വിശ്വാസമില്ല. വലിച്ചുവിടുന്ന ശ്വാസം, ബ്രീത്തിങ്, വിശ്വാസമില്ല. വിശ്വാസത്താൽ ഒരു ചെറിയ കാര്യം പോലും ദൈവസ്ഥലത്ത് പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ കഴിയാത്ത ബലഹീന വിശ്വാസികളാണ്. അതുകൊണ്ടാണ് തീത്തോസിനോട് പൗലോസ് പറയുന്നത്, വിശ്വാസത്തിൽ പൊട്ടത്തരം പറയാതെ നേരെ പറ, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. ആരോഗ്യം, അതിൻ്റെ അർത്ഥം വിശ്വാസത്തിൽ നല്ല കുറവുള്ളവർക്കല്ലേ. ആരാവുള്ള പാസ്റ്റർമാരുടെ വിശ്വാസം പോലും തകർന്നു കിടക്കുകയല്ല. ഒരു കൺവെൻഷൻ നടത്തണമെങ്കിൽ ഗൾഫിലെ കാശില്ലെങ്കിൽ പാസ്റ്റർ കൺവെൻഷൻ നടത്താൻ പറ്റത്തില്ല. ഗൾഫ് പണം വേണം, കോടികൾ കിട്ടുമല്ലോ, അതിന് കുറേ അമുക്കാമല്ലോ. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചു വാരി കൺവെൻഷൻ നടത്തി പന്തലിനം, ചാപ്പാടിനം, ആ ഇനം, ഈ ഇനം എന്നും പറഞ്ഞ് ഇഷ്ടംപോലെ വെട്ടിച്ച് മാറ്റുന്ന ബിരുദന്മാർ നമ്മുടെ പെന്തക്കോസ് പ്രസ്ഥാനത്തിൽ കിടന്നുകൊണ്ട് ബഹളം വയ്ക്കുക. അതാണ് ഒരു ജനറൽ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം കൂട്ടയടിയെന്ന് വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പൗലൂസ് പറയുന്നു, എൻ്റെ ഉപദേശം, എൻ്റെ നടപ്പ്, എൻ്റെ ഉദ്ദേശം, എൻ്റെ വിശ്വാസം, എന്നിലുള്ള ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലെ ഇക്കന്യോയിലും ലുസ്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. പൗലൂസ് അനുഭവിച്ച കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ നമ്മളൊക്കെ ഒന്ന് വായിച്ചു പഠിക്കണം. കൊരിന്ത്യർ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗം വായിക്കാനായിട്ട് എനിക്കൊരു പ്രേരണയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ വായിക്കുക, ശ്രദ്ധിച്ച് കേൾക്കണേ. കൊരിന്ത്യർ ലേഖനം, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. അതിൻ്റെ രണ്ടാം ലേഖനം എടുത്താട്ട്. കൊരിന്ത്യർ ലേഖനം 2-ാം ലേഖനത്തിലെ കള്ള സഹോദരന്മാരുള്ള ആപത്തെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ടല്ലോ. 2-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 4 മുതൽ ഞാൻ 3-ന്റെ 2-ാം പാർട്ടോട്ട് ഞാൻ വായിക്കുന്നു. ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കുക, ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ, 3 തൊട്ട് വായിക്കാം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടത, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവേജ സ്നേഹം, സത്യവചനം, ദൈവശക്തി
എന്നിവയുടെ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. മനസ്സിലായി? ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. പിന്നെ പൗലോസ് പറയുന്ന കഷ്ടതയുടെ ഒരു പട്ടിക ഒന്നുകൂടി ഞാൻ വായിക്കാം. 2 കൊരിന്ത്യർ 11:23 മുതൽ. ഞാൻ ബുദ്ധിപൂർവമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാരാൽ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു. 4 4 24 8 3 4 12 4 16 14 20 200 അടി, അതിൽ 5 എണ്ണം കൊണ്ട് 195 അടി 5 പ്രാവശ്യം കൊണ്ടു. 3 വട്ടം കോലിനാലടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണങ്ങളിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നിവ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സഭകളെ കുറിച്ചുള്ള ചിന്തോഭാരവുമുണ്ട്. ഇതാണ് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകൾ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവർ അനുഭവിച്ച കഷ്ടതകൾ അതാ. ഇന്ന് നമ്മൾ ഇതുപോലെ അനുഭവിക്കുന്നുണ്ടോ? ഈ പറയുന്ന ഞാനും നിങ്ങൾ ഇതുപോലെ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. കർത്താവിൻ്റെ യഥാർത്ഥമായി കൂടെ നടന്ന ശിഷ്യന്മാർ അനുഭവിച്ച കഷ്ടപ്പാടെന്നുകളൊന്നും ഇന്നത്തെ ഭക്തന്മാരാരും അനുഭവിക്കുന്നില്ല. എല്ലാവരും പുഷ്പശയ്യേ കിട. അതുകൊണ്ടല്ലേ ഈ ജാതി വെറിയൊക്കെ വിളിച്ചു പറയുന്നത്. കർത്തവനും വെളുത്തവനും പണ്ഡിതനും പാവറിനും കുലയനും പറയുന്നതും ഒക്കെ പാസ്റ്റർമാർ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്നതിൻ്റെ കാര്യം എന്താ? പട്ടുപത്തേ കിടന്നുകൊണ്ട് ഈ പ്രസംഗം. പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? ഇന്റർനാഷണൽ ടൂർ അടിക്കാൻ പോവാ പാസ്റ്റർമാർ. അമേരിക്കയിലും ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ പോയി തലകുത്തനെ വീണും മറിഞ്ഞും ഊതിയിട്ടും ഉന്തിയിട്ടും കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദിപ്പിച്ചും എന്ന് വേണ്ട ദുരുപദേശം മാത്രം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു വലിയ സമൂഹമായി എല്ലാ പാസ്റ്റർമാരും അല്ല ഞാൻ പറയുന്നത്, നന്നായി ദൈവവചനം സംസാരിക്കുന്നവരും നന്നായി ജീവിക്കുന്ന അനേക ഭക്തന്മാരുണ്ട്. ബഹുഭൂരിപക്ഷം നേരത്തെ ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ പെടുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എൻ്റെ ഉപദേശം, എൻ്റെ നടപ്പ്, എൻ്റെ ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവ അന്ത്യോക്യയിലും ഇഗ്നയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച സകല ഉപദ്രവവും കണ്ടറിഞ്ഞിരിക്കുന്നു. തിമോത്തിയോസേ, നീ ഇതെല്ലാം എന്ത് ചെയ്യുക? കണ്ടറിഞ്ഞിരിക്കുക. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ചിലർ പറയണം നമ്മൾ ഭക്തന്മാരായിട്ട് ജീവിക്കാൻ നമുക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷം തന്നെയായിരിക്കും. നല്ല ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാവും, കഷ്ടതയുണ്ടാകും, രോഗങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, ഞെരുക്കമുണ്ടാകും, പലവിധമാകുന്ന പോരാട്ടങ്ങളുണ്ടാകും. ലോകം, ജഡം, പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് വലിയ പോരാട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ എന്നാൽ ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക സൗഖ്യവും കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയും അവരുടെ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കും. അതിൻ്റെ പ്രത്യേകത. അതില്ലാത്ത ഭക്തന്മാരായി ഇന്ന് കിടക്കുന്ന മുഴുവൻ ലോകത്ത് ഒരു ഗുണമില്ലാത്ത ഇന്റർനാഷണൽ പ്രാസംഗികന്മാരായിട്ട് ഇന്ന് അമേരിക്ക കണ്ട, നാളെ ലണ്ടനിൽ, അത് കഴിഞ്ഞാൽ പിന്നെ ദുബായിൽ, പിന്നെ സ്വിറ്റ്സർലൻഡിൽ, പിന്നെ തായ്ലൻഡിൽ, ഇങ്ങനെ പ്രസംഗിച്ച് കിടക്കുക. എനിക്ക് അറിയാം ഒരു ഇന്റർനാഷണൽ പ്രാസംഗികൻ, പേരും ആളും ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ആര് പറഞ്ഞൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇയാൾ പുസ്തകം വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയും ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് അയാൾ പ്രസംഗിക്കുന്നത്? ഞാൻ ചോദിച്ചപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ലോകത്തുള്ള ദുരുപദേശികൾ പ്രസംഗിക്കുന്ന പ്രസംഗം മുഴുവൻ കേൾക്കും. വലിയ 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 സ്കോളേഴ്സ്, വലിയ വലിയ എന്താ പറയുക,
പണ്ഡിതന്മാര്, വേദപുസ്തകത്തിന്റെ വ്യാഖ്യാന പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളവര്, ഈ കമൻട്രികൾ എഴുതുന്ന വലിയ വലിയ പാസ്റ്റർമാരുണ്ട്. എനിക്ക് കമൻട്രിയോട് വലിയ താല്പര്യമൊന്നുമില്ല. കമൻട്രി വചനത്തെ കോട്ടിക്കളയുന്നതാണെന്നാണ് ഒരു കൂട്ടർ അവകാശപ്പെടുന്നത്. ചിലരുടെ കമൻട്രികൾ വലിയ കുഴപ്പമില്ല. എൻ്റെ ഒരു കമൻട്രി ഇരിപ്പുണ്ട്, പാസ്റ്റർ ഫ്ലെമിംഗ് എഴുതിയൊരു കമൻട്രി. അത് വലിയ കുഴപ്പമില്ല ഞാൻ നോക്കിയിട്ട്. കാരണം ഞാൻ പല കാര്യങ്ങളിൽ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശവും പുള്ളി പറയുന്നതും കൂടി, ഞാൻ കർത്താവ് പറയുന്നതും പുള്ളി പറയുന്നതും കൂടി ഞാൻ ചേർത്ത് വെച്ച് പഠിക്കാൻ നേരത്ത് ഞാൻ അതിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് പല കാര്യങ്ങൾ ഞാനും പഠിച്ചെടുക്കുന്നത്. അദ്ദേഹം വളരെ മാന്യമായ നിലയിലാണ് ആ കമൻട്രി എഴുതിയിരിക്കുന്നത്. എന്നാൽ എല്ലാ കമൻട്രികളും അങ്ങനെയല്ല. വചനത്തെ കോട്ടിക്കളയുക, തിരുത്തിക്കളയുക, കൂട്ടിച്ചേർക്കുക, മറിച്ച് കളയുക. അത് അപകടമാണ്. അതുകൊണ്ട് കമൻട്രികൾ ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കുക. വചനവിരുദ്ധമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നെങ്കിൽ, ഏറെ പറയുന്നെങ്കിൽ, ആ കമൻട്രി നിങ്ങൾ തൂക്കിക്കൊടുത്ത് കപ്പലിക്കാരന് കൊടുത്ത് കാശ് മേടിച്ച് തിന്നുക. ഞാനത് പറയുന്നുള്ളൂ. സ്വതന്ത്രം. കാരണം അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. വചനത്തിൽ നമ്മളെ മാറ്റിക്കളയും, തെറ്റിച്ച് കളയും. എനിക്കങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ പ്രാസംഗികൻ പ്രാസംഗിക്കുന്ന പ്രസംഗം മുഴുവൻ വല്ലവരും പ്രസംഗിച്ച് തേമ്പിയ പ്രസംഗങ്ങളെടുത്ത് പ്രസംഗിക്കുന്നു. എനിക്കതിനോട് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. വല്ലയിടത്തും വല്ലവരും ഒക്കെ പറയുന്ന ചില ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം, നല്ല കാര്യങ്ങൾ, ഓക്കെ. പക്ഷേ വചനവിരുദ്ധമായ ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യരുത്? എടുക്കരുത്, പ്രസംഗിക്കരുത്, ജനത്തോട് പറയരുത്. അവർക്കതൊരു ഫേക്ക് ന്യൂസായിട്ട് അവരുടെ ഹൃദയത്തിൽ വീണ് അവർ ദൈവത്തിൽ നിന്ന് തെറ്റി അകന്ന് നരകത്തിൽ പോയി പതിക്കാനിടയായിത്തീരും. അതുകൊണ്ടാണ് ഞാനിത് ശക്തിയോടെ വിളിച്ചു പറയുന്നത്. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ഉപദ്രവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇനി ഭക്തിയോടെ ജീവിക്കാൻ കഴിയണ്ട, പിണറായി ഗവൺമെന്റിന്റെ കീഴിൽ കിടക്കുന്നവർക്ക് തന്നെ ഉപദ്രവം ഉണ്ടാകും. ഉപദ്രവമേ ഉള്ളൂ നമുക്ക്. മത്സ്യബന്ധന തൊഴിലാളി അദ്ദേഹത്തിന് കുറെ കാശ് കിട്ടാണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് കിട്ടാൻ സാധ്യമൊന്നുമില്ല. അതും പ്രതിച്ചിരിക്കല്ലേ, വേറെ കാശുണ്ടാക്കാൻ. ആ കാശൊക്കെ അടിച്ചു മാറ്റി അവർ വേറെ വകുപ്പിലാക്കി കൊണ്ടുപോയി. നിങ്ങളത് നോക്കിയിരുന്ന അവസാനം നിങ്ങളുടെ കാര്യം നടക്കത്തില്ല. അല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ വരിക. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ദുഷ്ടമനുഷ്യരും മായാവികളും. മായാവിക്കഥ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടല്ലേ, ഉമ്മാക്കി കഥകൾ. മായാവികൾ വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ഇന്ന് ലോകത്ത് കാണുന്ന മനുഷ്യരിൽ നല്ലൊരു ശതമാനം ദുഷ്ടന്മാരാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? കാരണം അവർ ദൈവവചനത്തെ എന്ത് ചെയ്യുക? എതിർക്കുന്നവരാണ്. ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥകളെ തകിടമറിച്ച് കളയുന്നവരാണ്. പ്രമാണം അനുസരിക്കാതെ ജീവിക്കുന്നവരാണ്. ദൈവരാജ്യത്തെയും സ്വർഗീയ അനുഗ്രഹങ്ങളെയൊക്കെ നിഷേധിക്കുന്നവരാണ്. പണ്ടൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചിലർ സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്നു, സ്വർഗം അവിടെയാണ് ഇവിടെയാണ്, അവരങ്ങനെ പ്രസംഗിച്ച് നടക്കുകയാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നു ഇവിടെ സ്വർഗം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോവുക. CPM-കാർ ഇപ്പൊ സ്വർഗത്തിന് പകരം കേരളം എന്തായി? ദൈവത്തിന്റെ നാടായ കേരളം ഭരിച്ച് സാത്താന്റെ നാടായി. മദ്യം ഒഴുകുക, MDMA ഒഴുകുക, ലഹരി സാധനങ്ങൾ ഒഴുകുക, ദുഷ്ടന്മാരും കൊലപാതകന്മാരും വർദ്ധിച്ചു വരിക. 58 വെട്ടിയിട്ടും 59ാമത്തെ വെട്ടാൻ ഓങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ നേതാവ്. എന്തിനു കൊള്ളാം അവരെയൊക്കെ? വെറും അക്രമങ്ങളും അനീതികളും കൊണ്ട് ജനത്തെ സ്വസ്ഥത കെടുത്തുന്നവർ. ഇവരെല്ലാം ദൈവം ന്യായം വിധിക്കാൻ കർത്താവ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ലോക മനുഷ്യരെ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ശിക്ഷയില്ലെന്ന് ആരും നിങ്ങൾ ചിന്തിക്കരുത്. അവർ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ FIR ഇട്ട് അവരുടെ ഫയലിൽ കർത്താവ് ഓരോ തെറ്റുകളെയും അതിൽ കയറ്റിക്കൊണ്ടിരിക്കുക. അവസാന നാളിൽ ആ FIR-ന്റെ ഫയലെടുത്ത് അവർക്ക് ശിക്ഷ വിധിച്ച് അവരെ നരകത്തിൽ തള്ളിക്കളയുമ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥമായി വിളിച്ചു പറയുന്നു, നമ്മൾ ഈ ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം തന്ന് നമ്മളെ മാനിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. സമാഗതമായി കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിച്ചിരിക്കുന്നു നാം ഒരുമിച്ച് രൂപാന്തരം പ്രാപിച്ച് അവനോടുകൂടി ആകാശത്തിൽ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും.
ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ചാക്കാല വീട്ടിൽ മാത്രം പറയുന്ന വാക്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നമ്മൾ ചാക്കാല വീട്ടിലല്ല ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും സഭായോഗത്തിനും ഉപവാസ പ്രാർത്ഥനയിൽ ഏത് സന്ദർഭങ്ങളിൽ വരുമ്പോഴും ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങൾ കർത്താവ് നാവി തന്നാൽ അത് നമ്മൾ പ്രസംഗിച്ച് ജനത്തെ കേൾപ്പിക്കുക. അതാണ് നമ്മുടെ രീതി. സ്തോത്രം. വചനത്തിന് രണ്ട് വ്യവസ്ഥയുണ്ടെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. ഒന്ന് ലോഗോസ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ ഈ എഴുതപ്പെട്ട വചനം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനത്തിന് ലോഗോസ് എന്ന് പറയുന്നു. ലോഗോസ് എന്ന വചനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റൈമ എന്ന് പറഞ്ഞ നിലയിലുള്ള ഒരു വചനം ആത്മാവ് ഉപദേശിച്ച് തരുന്നത്, വെളിപ്പെടുത്തി തരുന്നത്, ബുദ്ധിമണ്ഡലത്തിൽ വെളിപ്പെടുത്തി തരുന്നത്, പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ മനോമുഖരങ്ങളിൽ വെളിപ്പെടുത്തി തരുന്ന വചനം, അതിന് റീമ എന്നും എഴുതപ്പെട്ട വചനത്തിന് ലോഗോസ് എന്നും പറയുന്നു. ലോഗോസും റീമയുമായിട്ടാണ് ഒരു ശുശ്രൂഷകൻ എപ്പോഴും പ്രസംഗിക്കുന്നത്. ഞാനിപ്പോൾ എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് മാത്രമല്ല, എത്രയോ വചനങ്ങൾ റീമയായി വെളിപ്പെട്ട് കിട്ടിയ വചനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വെളിപ്പെടുന്ന വചനങ്ങൾ മുഴുവൻ നമ്മുടെ ആത്മീക അനുഗ്രഹത്തിന്, സ്വത്രം വിടുതലിന് കാരണമായി ഭവിക്കുവാൻ ഈ വചനങ്ങളെല്ലാം നമ്മൾ കേട്ട് അനുസരിക്കണം. ദുഷ്ടന്മാരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അത് ഈ ആത്മീയ ഗോളത്തിലുമുണ്ട്, ഭൗതിക ഗോളത്തിലുമുണ്ട്. ഈ ദുഷ്ടന്മാരും നീചന്മാരും അവര് കുറയുകയല്ല ചെയ്യുന്നത്, കൂടി വരും. അത് അവർ മുന്നറിയിപ്പ് തരുന്നത്. ഒരു കുഞ്ഞു വാക്യമാണ് ഈ വെച്ചേക്കുന്നത്. ഞാൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല ശരിക്കും. 2 തിമോഥെയോസ് 3:13 വാക്യം, ദുഷ്ടന്മാരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. രാഷ്ട്രീയ നേതാക്കന്മാരും ആത്മീയ നേതാക്കന്മാരും ദുഷ്ടത പ്രവർത്തിക്കുന്നവർ കുറയുകയല്ല ചെയ്യുന്നത്, വർദ്ധിച്ചു വരും. നമ്മൾ ഒരു മുന്നറിയിപ്പായിട്ട് എടുത്തോണം. എന്നിട്ടാ പറയുന്നത്, നീയോ ഇന്നവനോട് പഠിച്ചു എന്നോർക്കയും